കേരള കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമർ, ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നർ, ചാൻസലർ റേച്ചൽ റീവ്സ് എന്നിവർ വസ്ത്രങ്ങൾക്കായി കൂടുതൽ സംഭാവനകൾ സ്വീകരിക്കില്ലെന്ന് ഡൗണിംഗ് സ്ട്രീറ്റ് വൃത്തങ്ങൾ അറിയിച്ചു. ജോലി ചെയ്യുന്ന വസ്ത്രങ്ങൾക്കും കണ്ണടകൾക്കുമായി 16,000 പൗണ്ടും ഭാര്യയ്ക്കുള്ള കൂടുതൽ സംഭാവനകളും കെയർ സ്റ്റാമർ സ്വീകരിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സംഭാവനകൾ സംബന്ധിച്ച നിയമങ്ങൾ താൻ എല്ലായ്പ്പോഴും പാലിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ രാജ്യത്ത് ആളുകൾ ശരിക്കും ബുദ്ധിമുട്ടുകയാണ്. അവരിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതമാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ആളുകൾ വിശ്വസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വസ്ത്രങ്ങൾക്കുള്ള സംഭാവനകൾ സ്വീകരിക്കുന്നത് നിർത്താനുള്ള തീരുമാനം വിശദീകരിച്ചുകൊണ്ട് സാംസ്കാരിക സെക്രട്ടറി ലിസ് നന്ദി BBC ബ്രേക്ക്ഫാസ്റ്റിനോട് പറഞ്ഞത്. മുതിർന്ന ലേബർ നേതാക്കൾക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ എണ്ണത്തെ കൺസർവേറ്റീവുകൾ വിമർശിക്കുകയും സ്റ്റാമറിന്റെ നിയമങ്ങളുടെ ലംഘനത്തെക്കുറിച്ച് പൂർണ്ണമായ അന്വേഷണത്തിന് ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം MP-മാർ കഴിഞ്ഞ വർഷം 7 ലക്ഷത്തിലധികം പൗണ്ടിന്റെ സൗജന്യ സമ്മാനങ്ങൾ സ്വീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതിൽ 4 ലക്ഷം പൗണ്ട് സംഭാവന ലഭിച്ചത് കൺസർവേറ്റീവ് MP-മാർക്കും 3 ലക്ഷം പൗണ്ടിന്റെ സംഭാവന ലഭിച്ചത് ലേബർ MP-മാർക്കുമാണ്. വെസ്റ്റ് മിനിസ്റ്റർ കൗൺസിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് വിജയം. ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ഭാഗികമായ നടപ്പാതയായി മാത്രം മാറ്റുന്നതിനുള്ള ലണ്ടൻ മേയർ സാദിഖ് ഖാന്റെ പദ്ധതികൾക്കെതിരെ കടുത്ത പ്രതിഷേധമായിരുന്നു നടന്നത്. ഈ വിവാദത്തിനിടയിൽ നടന്ന വെസ്റ്റ് മിനിസ്റ്റർ കൗൺസിലിലേക്ക് വെസ്റ്റ് എൻഡ് വാർഡിൽ നിന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി വിജയം നേടി. കൺസർവേറ്റീവ് പാർട്ടിക്ക് 9% വോട്ടുകൾ കൂടിയപ്പോൾ ലേബർ പാർട്ടിക്ക് 10% വോട്ടുകൾ നഷ്ടമായി. സാദിഖ് ഖാന്റെ വിവാദ പദ്ധതികൾക്കേറ്റ തിരിച്ചടിയായിട്ടാണ് രാഷ്ട്രീയ വിദഗ്ധർ ഈ റിസൾട്ടിനെ കാണുന്നത്. ലേബർ പാർട്ടി ഭരിക്കുന്ന വെസ്റ്റ് മിനിസ്റ്റർ കൗൺസിൽ തന്നെ ഈ തീരുമാനത്തിനെതിരെ ആശങ്കയുയർത്തി രംഗത്തെത്തിയിരുന്നു. തങ്ങളുടെ അഭിമാന സൂചകമായ ഹൈ സ്ട്രീറ്റിന്റെ ഉടമസ്ഥാവകാശം തട്ടിപ്പറിക്കുന്നതിനും അതിനെ ഒരു നടവഴിയായി മാത്രം മാറ്റുന്നതിനുമുള്ള തീരുമാനത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നായിരുന്നു മുൻ ടോറി MP നിക്കി എയ്ക്കിൻ ട്വീറ്റ് ചെയ്തത്. ഇംഗ്ലണ്ടിലെ ഗ്രാമർ സ്കൂളുകൾ അവർ നടത്തുന്ന എൻട്രി ടെസ്റ്റുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് ട്രൈബ്യൂണൽ ഉത്തരവ്. ലിങ്കൺഷെയറിലെ 18 ഗ്രാമർ സ്കൂളുകൾ വിദ്യാർത്ഥികളെ ഇയർ 11 പ്രവേശിപ്പിക്കുന്നതിനു വേണ്ടി എൻട്രൻസ് എക്സാം റിസൾട്ട് കൂടാതെ തന്നെ അവരുടെ പ്രായപരിധിയും കണക്കിലെടുത്തിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകൾ സ്കൂളുകൾ പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ ഈ വിധിയോടെ സ്കൂളുകൾക്ക് എക്സാമിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും പുറത്തുവിടേണ്ടി വരും. ശവസംസ്കാരം സംഘടിപ്പിക്കാനോ പണം നൽകാനോ ആരുമില്ലാത്തതിനാൽ ഇംഗ്ലണ്ടിലെ കൗൺസിലുകൾ അടക്കം ചെയ്യുന്നതോ ദഹിപ്പിക്കുന്നതോ ആയ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി ടൗൺ ഹാൾ റിപ്പോർട്ട് പറയുന്നു. 2022-23 സാമ്പത്തിക വർഷത്തിൽ പൊതു ആരോഗ്യ ശവസംസ്കാര ചടങ്ങുകളുടെ എണ്ണത്തിൽ ഒരു വർഷത്തിൽ 13% വർധനവുണ്ടായതായി ലോക്കൽ ഗവൺമെന്റ് അസോസിയേഷൻ കണക്കാക്കുന്നു. ലാസ്റ്റ് റിസോർട്ട് ചടങ്ങുകൾക്കായുള്ള നികുതിദായകന്റെ ചിലവ് ഏകദേശം ഒരു വർഷം 6 മില്യണോളമായി ഉയർന്നു. 2024 സൺ ലൈഫ് കോസ്റ്റ് ഓഫ് ഡൈയിങ് റിപ്പോർട്ട് അനുസരിച്ച് അടിസ്ഥാന ശവസംസ്കാരത്തിനായി 4,141 പൗണ്ടാണ് അടക്കേണ്ടത്. എന്നാൽ പ്രൊഫഷണൽ ശവസംസ്കാരത്തിന്റെ ചിലവ് 9,658 പൗണ്ടാണ്. ബ്രിട്ടീഷ് പൗണ്ടിന്റെ മൂല്യം കുതിച്ചുയരുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ 5% നിലനിർത്തിയതിന് പിന്നാലെയാണ് പൗണ്ടിന്റെ കുതിപ്പ്. ഇപ്പോൾ ഒരു പൗണ്ടിന്റെ മൂല്യം 111 രൂപയേക്കാൾ കൂടുതലാണ്. ലിസ് ട്രസിന്റെ ദുരന്തമായ മിനി ബജറ്റിന് ശേഷം $1.04 റെക്കോർഡ് തകർച്ച നടത്തിയ ശേഷമാണ് ഈ ശക്തമായ തിരിച്ചുവരവ്. നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഇത് സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിലും നാട്ടിൽ നിന്ന് പണം വരുത്തി ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇതൊരു ഭാരമാകാൻ പോവുകയാണ്. വാഴ്ത്തപ്പെട്ട കാർലോസ് അക്യൂട്ടിസിന്റെ തിരുശേഷിപ്പ് വണങ്ങാൻ മാഞ്ചസ്റ്ററിലേക്ക് വിശ്വാസികൾ ഒഴുകുന്നു. ഇന്നലെ രാവിലെ 10 മണിക്ക് വിത്തിൻഷോ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ എത്തിച്ചേർന്ന തിരുശേഷിപ്പ് ഷൂസ്ബറി ആർച്ച് ബിഷപ്പ് മാർക്ക് ഡേവിസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തിരുശേഷിപ്പ് മടങ്ങുക. അതുവരെ രൂപതയിലെ സ്കൂൾ കുട്ടികളടക്കമുള്ള വിശ്വാസികൾക്ക് തിരുശേഷിപ്പ് വണങ്ങി പ്രാർത്ഥിക്കാൻ സൗകര്യമുണ്ടായിരിക്കും. വിശ്വാസ സമൂഹത്തെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന സീറോ മലബാർ ക്രമത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ മാഞ്ചസ്റ്റർ മലയാളി സമൂഹം ഒന്നടങ്കം പങ്കാളികളാകും. പിന്നീട് തുടർച്ചയായ ദിവ്യബലികളും ആരാധനകളും നൈറ്റ് വിജിലുകളും നടക്കും. 1991 മെയ് മാസം 3-ാം തീയതി ജനിച്ച കാർലോസ് അക്യൂട്ടിസ് 2006 ഒക്ടോബർ 12-ന് തന്റെ 15-ാമത്തെ വയസ്സിൽ ലുക്കീമിയ ബാധിച്ചാണ് മരണമടഞ്ഞത്. ഇറ്റാലിയൻ വംശജനാണെങ്കിലും ജനനം ലണ്ടനിലായിരുന്നു. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഉൾപ്പെടുത്തി അദ്ദേഹം നിർമ്മിച്ച വെബ്സൈറ്റ് ഏറെ ആളുകൾക്ക് വിശുദ്ധിയിലേക്ക് വഴിതെളിക്കാൻ കാരണമായി. 150 അത്ഭുതങ്ങൾ ഉൾപ്പെടുത്തി 20ഓളം ഭാഷകളിൽ നിർമ്മിച്ച വെബ്സൈറ്റ് പിന്നീട് വിശുദ്ധിയുടെ അടയാളമായി മാറുകയായിരുന്നു. ജന്മന രോഗിയായ ഒരു ബ്രസീലിയൻ ബാലന് പൂർണ്ണ രോഗസൗഖ്യം നൽകിയതോടെ നടന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായി 2020 ഒക്ടോബർ 10-ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി കാർദിനാൾ അഗസ്റ്റിനോ വല്ലിനിയാണ് കാർലോ അക്യൂട്ടിസിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. മാഞ്ചസ്റ്ററിലെ മലയാളി സമൂഹത്തിന്റെ പിന്തുണയോടെയാണ് സ്വീകരണ പരിപാടികളും തിരുക്കർമ്മങ്ങളും നടക്കുന്നത്. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.